ദമാം ഗ്ലോബൽ സിറ്റി പ്രവർത്തനം ആരംഭിച്ചു. നിർമ്മാണം പൂർത്തിയാക്കിയ ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനം പ്രവിശ്യ ഗവർണർ നിർവഹിച്ചു. ഇന്ത്യ ഉൾപ്പെടെ 16 രാജ്യങ്ങളുടെ പവലിയനുകൾ, റെസ്റ്റോറന്റുകൾ, ഓപ്പൺ തിയേറ്ററുകൾ, ഗെയിമിംഗ് സെഷനുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ആദ്യഘട്ടം. പ്രതിദിനം 1.25 ലക്ഷത്തിലേറെ സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കും. വിനോദവും ടൂറിസവും ലക്ഷ്യമിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയ ദമാമിലെ ഏറ്റവും വലിയ വിനോദ നഗരം പ്രവർത്തനം ആരംഭിച്ചു. പ്രവിശ്യ ഗവർണർ സൗദ് ബിൻ നായിഫ് രാജകുമാരൻ സിറ്റിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. സിറ്റിയുടെ 1ാം ഘട്ടമാണ് നിർമ്മാണം പൂർത്തിയാക്കി രാജ്യത്തിന് സമർപ്പിച്ചത്. 6 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള പദ്ധതിയുടെ 2.5 ലക്ഷം ചതുരശ്ര മീറ്റർ പ്രവൃത്തികളാണ് ഇപ്പോൾ പൂർത്തീകരിച്ചത്. വിനോദത്തിനും നിക്ഷേപത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകിയാണ് സംരംഭം ഒരുക്കിയിരിക്കുന്നത്. രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നുമുള്ള സന്ദർശകരെയും നിക്ഷേപകരെയും ലക്ഷ്യമിട്ടാണ് പദ്ധതി. ഗൾഫ് രാജ്യങ്ങൾ, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന വിഭവങ്ങൾ, കലകൾ, ഉൽപ്പന്നങ്ങൾ എന്നിവ ഇവിടെ നേരിട്ട് അനുഭവിക്കാനാകും. പദ്ധതി പ്രദേശത്തിന്റെ സാമ്പത്തിക വികസനത്തിന് വലിയ മുതൽക്കൂട്ടായി മാറുമെന്നും പ്രവിശ്യ മുനിസിപ്പാലിറ്റി കണക്കുകൂട്ടുന്നു. $600 ദശലക്ഷം റിയാൽ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 200 ദശലക്ഷം റിയാലിന്റെ നിർമ്മാണ പ്രവൃത്തികളാണ് പൂർത്തിയാക്കിയത്. ഇന്ത്യ ഉൾപ്പെടെ 16 രാജ്യങ്ങളുടെ പവലിയനുകൾ, 10,000 പേർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഓപ്പൺ തിയേറ്റർ, തടാകത്തിൽ ഒഴുകുന്ന റെസ്റ്റോറന്റ്, ഇലക്ട്രോണിക്, വാട്ടർ ഗെയിമുകൾ എന്നിവ ആദ്യഘട്ട പദ്ധതിയുടെ ഭാഗമാണ്. നിരവധി തൊഴിലവസരങ്ങളും പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. പ്രതിദിനം 1.25 ലക്ഷം സന്ദർശകർക്കാണ് തുടക്കത്തിൽ പ്രവേശനം അനുവദിക്കുക. GCCയിലെ മുൻനിര ടൂറിസം മേഖലയായി പ്രവിശ്യയെ മാറ്റുന്നതിന്റെ ഭാഗമായി കൂടിയാണ് നഗരം ഒരുക്കിയിരിക്കുന്നത്. നൗഷാദ് റിക്കൂർ, മീഡിയ 1, ദമാം.